ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഈ ഫിഗർ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞത്, വരക്കാനാണ് പറഞ്ഞത്. സോ ആ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ, സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡ്സ് 3 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓൾ സൈഡ് 3 സെന്റിമീറ്റർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. സോ ഈ ഫിഗർ എങ്ങനെ വരക്കാന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആ ഒരു സ്മോളർ ട്രയാങ്കിൾ വരക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 സെന്റിമീറ്റർ ഉള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാം. സോ 3 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരക്കാം. ദെൻ കോമ്പസിൽ ഇതേ മെഷർ എഴുതിയിട്ട് ആർക്ക് വരച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, 3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. സോ എന്ത് ചെയ്യണം, വരച്ചത് നിങ്ങൾ മാർക്ക് ചെയ്യണം. 3 സെന്റിമീറ്റർ എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യണം. 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. ജസ്റ്റ് ഒരു നെയിമും കൊടുക്കാം, എ ബി സി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരക്കണം. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ. സോ എ ബി എന്നും ബി സി എന്നും നമുക്കൊരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരക്കാം. സോ എ ബി, ഇതാണ് എ ബി. എ ബിന്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ എയില് കോമ്പസ് വെച്ച് പകുതിയിൽ കൂടുതൽ എടുത്ത് മുകളിലേക്കും താഴേക്കും ആർക്ക് വരക്കാം. ഓക്കെ, അത് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ബി സിയിൽ നിന്നും ഇതേപോലെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരക്കുക. ഇതാണ് ബി സി. പകുതിയിൽ കൂടുതൽ തന്നെ എടുത്തിട്ട് മുകളിലും താഴെയും ആർക്ക് വരക്കുക. ആർക്ക് ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്യാം. സോ ഇതാണ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്. ഈ പെർപെൻഡിക്കുലാർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ഇത്. സോ അതിന് ഓന്ന് നെയിം